ആഷിൻഡിയാക്കോ ഇന്നിപ്പോൾ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആശാവർക്കർമാർക്ക് ഈ കൂടിക്കാഴ്ചയിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട്? അരുൺ, ഈ ആരോഗ്യമന്ത്രിമാരുടെ ചർച്ചയിൽ കൂടിക്കാഴ്ചയിൽ പ്രതീക്ഷയിൽ തന്നെയാണ് സമരക്കാർ ഉള്ളത്. കാരണം സമരം 51 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. നിരാഹാര സമരം 13ാം ദിവസത്തിലേക്കും എത്തി നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അതീവ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് ഡൽഹിയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു കൂടിക്കാഴ്ചയിലെ തീരുമാനങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ആശമാർ. ഇന്നെങ്കിലും ഇവരുടെ കാര്യത്തിൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് സമരപ്പന്തലിലും അതുപോലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ സമരം ചെയ്യുന്ന ആശമാരുടെ ഒരു പ്രതീക്ഷ. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഈ ഒരു നിർണായക യോഗം ചേരുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു യോഗത്തിൽ പ്രതീക്ഷയിൽ തന്നെയാണ് ഇവർ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. ചേച്ചി, ഇന്നിപ്പോൾ ഒരു യോഗം നടക്കുന്നുണ്ട്, ഒരു കൂടിക്കാഴ്ച നടക്കുന്നുണ്ട് കേന്ദ്രമന്ത്രിയും നമ്മുടെ സംസ്ഥാന മന്ത്രിയും. പ്രതീക്ഷയുണ്ടോ? അല്ല, പ്രതീക്ഷിച്ച് തന്നെയല്ലേ നമ്മളിവിടെ ഇരിക്കുന്നത്. നമ്മുടെ വിഷയം പറയാൻ വേണ്ടിയിട്ട് പോയിരിക്കുമല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷയുണ്ട്. മുമ്പും മന്ത്രി ഒന്ന് ഡൽഹി പോയി വന്നതാണ്. അന്ന് കാണാൻ പറ്റിയില്ലല്ലോ ആരോഗ്യമന്ത്രിയെ. ഇപ്പം അത് ഉറപ്പ് കിട്ടിയിട്ട് കാണാൻ വേണ്ടി പോയിരിക്കല്ലേ. എന്തായാലും നമ്മൾ നടത്തിയ ഒരു സമരത്തിൻ്റെ ഒരു റിസൾട്ട് എന്ന വണ്ണം കേന്ദ്രമന്ത്രി ഈ പാർലമെൻറ്റിൽ നമ്മുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിക്ക് അവിടെ പോയി അത് ചോദിക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതിന് പ്രഖ്യാപിച്ചാൽ മതിയല്ലോ തുക എത്രയാണെന്നുള്ളത്. അത് വാങ്ങിച്ചുകൊണ്ട് വരട്ടെ. തരത്തിലൊരു സമവായം ഉണ്ടായിക്കഴിഞ്ഞാലേ ഇന്നേ സമരം അവസാനിപ്പിക്കുമോ? അല്ല, അത് ഇപ്പോൾ പറയാൻ പറ്റത്തില്ലല്ലോ. എന്താണ് അവർ പറയുന്നതെന്നും കേന്ദ്രം എന്താണ് പ്രഖ്യാപിക്കുന്നതെന്നും സംസ്ഥാനം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കേന്ദ്രം ഉയർത്തുമെങ്കിൽ ഞങ്ങൾ ഉയർത്തുമെന്നാണല്ലോ. അത് വന്നാലല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇല്ല, അത് വാക്കാൽ പറഞ്ഞാൽ നമ്മളിവിടെ നിന്ന് എഴുന്നേറ്റ് പോകത്തില്ല. കാരണം പലരെയും വാക്ക് പറഞ്ഞു വിട്ടിട്ടുള്ളത് അനുഭവം ഉണ്ടല്ലോ, ചരിത്രമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ആണെങ്കിലും അത് റിട്ടേൺ മൂലം ഉറപ്പ് കിട്ടിയാലേ നമ്മൾ കൂടിക്കാഴ്ചയിൽ തികഞ്ഞ പ്രതീക്ഷയിലാണ്. കൂടിക്കാഴ്ച നടത്തിയിട്ട് വരട്ടെ. നടന്നു കഴിയുമ്പോഴല്ലേ നമുക്ക് അതിനകത്ത് അഭിപ്രായം പറയാൻ പറ്റുന്നത്. എന്തായാലും മിനിസ്റ്റർ പോയത് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അവിടെ മിനിസ്റ്റർക്ക് പോയി ഇത് ചർച്ച ചെയ്യാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾ സമരത്തിലൂടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇന്നെങ്കിലും വീട്ടിലേക്ക് മടങ്ങാൻ കഴിയുന്നൊരു പ്രതീക്ഷയിലാണ്. അങ്ങനെയൊന്നും ഇല്ലല്ലോ മോനെ, ഇത് നാടകവും സിനിമയൊന്നും അല്ലല്ലോ. ഇത്ര രംഗം കഴിയുന്നതോടുകൂടി ഇത് അവസാനിക്കും. ഇത് അങ്ങനെയല്ലല്ലോ, ഇതൊരു ജീവൻ മരണ പോരാട്ടമാണല്ലോ. തെരുവിൽ ഞങ്ങൾ യുദ്ധം ചെയ്യുക. ആ യുദ്ധം എന്ന് അവസാനിപ്പിക്കണമെന്ന് സർക്കാർ തീരുമാനിക്കണം, അന്നേരം അവസാനിക്കത്തുള്ളൂ. അരുൺ, അതുതന്നെയാണ് ഈ തെരുവ് യുദ്ധം. അത് അവസാനിക്കണമെന്നുണ്ടെങ്കിൽ സർക്കാർ തന്നെ ഇടപെടണം. ഇന്നത്തെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഏറെ പ്രതീക്ഷയിലാണ് ഉള്ളത്. അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ആശമാരുള്ളത്. പക്ഷേ ഇന്നും സമവായം ഉണ്ടായില്ലെങ്കിൽ കടുത്ത സമരവുമായി രംഗത്തേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്ന ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇന്നലെ ആശമാർ മുടിമുറിച്ച് സമരം ചെയ്തിരുന്നു. പലരും തലമുണ്ടനം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങളെത്തി. അതിന് മുൻപും പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു. ചേച്ചി, ഇപ്പോൾ 51 ദിവസമായി ഇന്നൊരു ചർച്ച ചെയ്യുന്ന ഒരു കൂടിക്കാഴ്ച നടക്കുന്നുണ്ട് ആരോഗ്യമന്ത്രിമാരുടെ. പ്രതീക്ഷയുണ്ടോ? കേന്ദ്രമന്ത്രിയെ കാണാൻ പോയിരിക്കുവാണ്, ആരോഗ്യമന്ത്രിയെ കാണാൻ പോയിരിക്കുവാണെന്ന് പറഞ്ഞറിഞ്ഞു. പ്രതീക്ഷ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇന്നലത്തെ ഇവിടുത്തെ സംഭവങ്ങൾ ഈ 50ാം ദിവസം ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യമന്ത്രിയുടെ മനസ്സ് സ്ത്രീയുടെ മനസ്സാണ്. അവരുടെ മനസ്സ് നന്നായി വിങ്ങുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിച്ച് നടപ്പിലാക്കും. അത് ഉറച്ച വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. വേറൊന്നും കൊണ്ടുമല്ല, അവർ സ്ത്രീയാണ്. ഇന്നലെ അവസാനത്തെ ആയുധം എന്നോണമാണ് സ്വന്തം കേശം എങ്ങനെയാണ് പരിപാലിക്കണമെന്ന് ആരോഗ്യമന്ത്രിക്ക് അറിയാം. അതുകൊണ്ട് തീർച്ചയായും ഞങ്ങളുടെ ഈ പ്രശ്നം ഇന്നലെ കണ്ടതുകൊണ്ട് തന്നെയാണ് അവർ സ്വന്തം നിലയിലെങ്കിലും തീരുമാനമെടുക്കും. അവരെ തീരുമാനം എടുക്കാൻ സമ്മതിക്കാത്തത് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണട്ടെ, ആശാവർക്കർമാരുടെ പ്രശ്നം ചർച്ച ചെയ്യട്ടെ, അവരുടെ പ്രശ്നത്തിൽ ഒരു തീരുമാനമാവട്ടെ. കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കട്ടെ, സംസ്ഥാന സർക്കാർ ഓണറേറിയവും വർദ്ധിപ്പിക്കട്ടെ. ഈ 51 ദിവസമായി സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകാൻ കഴിയട്ടെ.